ഇവരുടെ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് പൂർണ്ണമായും ഉപയോഗിക്കുന്ന ചലഞ്ചാണ് ഈ മൂന്നാം ചലഞ്ച്. 3 റൗണ്ടുകളുള്ള ഈ ചലഞ്ചിൽ ഏറ്റവും കൂടുതൽ റൗണ്ടുകളിൽ വിജയിച്ച ടീമാണ് പവർ റൂമിന്റെ അടുത്ത അവകാശികൾ. റൗണ്ട് 1 നിയമങ്ങൾ. ആക്ടിവിറ്റി ഏരിയയിൽ 2 കസേരകളും 1 പ്രോപ്പർട്ടിയും ബ്രെഡുകളും കാണാം. ഇരു ടീമിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുത്ത ഓരോ വ്യക്തികൾ തന്നിരിക്കുന്ന കസേരകളിൽ ഇരിക്കുക. പ്രോപ്പർട്ടിയിൽ തൂക്കിയിട്ടിരിക്കുന്ന കയറിന്റെ ഒരറ്റത്തുള്ള വളയത്തിൽ കാൽവിരൽ വെക്കുക. മത്സരാർത്ഥികൾ കാലുകൊണ്ട് കയറ് ബാലൻസ് ചെയ്ത് കയറിന്റെ മറ്റൊരറ്റത്ത് കൊളുത്തിയിട്ടിരിക്കുന്ന ബ്രെഡ് കഴിക്കുക എന്നുള്ളതാണ് 1ാം റൗണ്ടിലെ ടാസ്ക്. വളയത്തിൽ കാല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആ ബ്രെഡ് കഴിക്കുക എന്നുള്ളതാണ് ടാസ്ക്. ബസർ ടു ബസർ ആണ് സമയം ലഭിക്കുക. മത്സരം ആരംഭിക്കുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ മത്സരാർത്ഥികൾ കൈകൾ പുറകിൽ കെട്ടി വേണം ടാസ്ക് ചെയ്യാൻ. ഓരോ ബ്രെഡും കഴിച്ചു തീരുമ്പോൾ മത്സരാർത്ഥികൾ സ്വയം അടുത്ത ബ്രെഡ് കൊളുത്തിയിട്ട് കഴിക്കേണ്ടതാണ്. ഏറ്റവും അധികം ബ്രെഡ് കഴിച്ചു തീർത്ത ടീം ഈ റൗണ്ടിൽ വിജയിക്കും. ശ്രദ്ധിക്കുക, ഒരു ടീമിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ മത്സരിക്കാൻ സാധിക്കൂ. ഒരേ സമയം 2 ടീമും മത്സരിക്കേണ്ടതാണ്. ഗുഡ് ലക്ക് ബിഗ് ബോസ്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? റൗണ്ട് 1 ആണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് റൗണ്ട് ആണ്. ഇനിയുള്ള റൗണ്ടിന്റെ കാര്യം ചിലപ്പോൾ നെക്സ്റ്റ് ആള് എത്തിയിട്ടായിരിക്കും. ഒന്നുകൂടെ വായിക്കണ്ടല്ലോ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇത് ഫസ്റ്റ് റൗണ്ടിന്റെ നിയമങ്ങൾ എഴുതിയേക്കുന്നത്. അത്രേ ഉള്ളൂ. സെക്കൻഡ് വർക്ക് കൊടുത്തിട്ടില്ല. ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കാം, ചിലപ്പോൾ വേറെ ആളെ വെച്ചിട്ടായിരിക്കാം. അങ്ങനെയല്ല, ഇങ്ങനെ ഒരു സാധനം അടുത്തോട്ട് വരുമല്ലേ? ഈ കാല് പൊക്കുന്നു. ചോക്ലേറ്റ് ഇവിടെ പോകുന്നില്ല. സെറ്റപ്പ് നോക്കാം. ഞാൻ എന്തെങ്കിലും ചെയ്യണ്ട. എന്തിനടി ഒരു പാക്കറ്റ് ഈ റൗണ്ടിൽ ഇരു ടീമിൽ നിന്നും ഓരോ വ്യക്തികൾ മാത്രമാണ് മത്സരിക്കേണ്ടത്. അത് ആരൊക്കെയാണ്? ഒന്ന് ഋഷി, അത് പറ്റും തോന്നില്ലേ? കോമ്പറ്റീഷൻ ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കും. മാക്സിമം കഴിക്കാനും ബ്രെഡ് എക്സ്ട്രാ അനുവദിച്ചാൽ പോക്കറ്റിട്ടുണ്ട്. അതല്ല, അവർ 2 ബ്രെഡ് വേണമെന്നൊക്കെ എന്ത് വേണേ ഇതിന്റെ ഇടയിൽ കൂടി കൊണ്ടുവരാട്ടെ. മറ്റൊക്കെ ഇവിടെ എല്ലാവരും നോർമലാണ് കാര്യത്തിൽ. അത് പേടിക്കേണ്ട ഒരാളുള്ളൂ. ഇതിനകത്ത് നന്നായി കാലും ഒത്രയുണ്ട്. മൈക്ക് ശരിയായല്ല ധരിച്ചിരിക്കുന്നത്. എല്ലായ്പ്പോഴും അതൊന്ന് ശ്രദ്ധിക്കും. ഓക്കെ. സായിക്ക് മൈക്ക് അലർജി ഉണ്ട്. അത് ശ്രദ്ധിക്കൂ. അത് കൊള്ളാം തന്നെ ചെരുവൽ. ഇരിക്കാം. സായി, ഋഷി.
പൂച്ചകള് പൂച്ചേരെ കൊണ്ടുള്ളത് എല്ലാവരും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരിക. അറിയിപ്പ് ലഭിക്കുന്നതുവരെ ഒരു പ്രോപ്പർട്ടിയിലും തൊടാൻ പാടില്ല. ആര് ചോദിച്ചിട്ട് റോഡിനോട് പറഞ്ഞു മധുരം എടുത്തോളാം. നമ്മള് മഞ്ഞ വരയുടെ പുറകെ ബ്രെഡ് കൊളുത്തിയുടെ കൈ യൂസ് ചെയ്യാറ്. അപ്പൊ കൈ കഴിക്കും. കഴിക്കാൻ റിലാക്സ് ചെയ്ത് കൈ വയ്ക്കാൻ പാടില്ല. കൈ വെക്കാൻ പറ്റില്ല. ക്യാപ്റ്റൻ ചുവന്ന ബോക്സിൽ നിൽക്കുക. എന്റെ സ്നേഹം മറന്നു അതാണ് സംയമനം പാലിക്കും. രണ്ടുപേരും സ്റ്റൂളിൽ കയറിയിരുന്ന് കാലിൽ കൊളുത്തിടുക. അയക്കണല്ലോ. ഇത്തവണ ബസറിന് പകരം ഒരു മ്യൂസിക് ആണ് കേൾപ്പിക്കുക. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ടാസ്ക് ആരംഭിക്കാം. ആ സമയം കൈകൾ പുറകിൽ കെട്ടുക. ബ്രെഡ് എടുക്കാൻ വേണ്ടി മാത്രം കൈകൾ ഉപയോഗിക്കാം. ക്യാപ്റ്റൻ കൃത്യമായി മത്സരം നിയന്ത്രിക്കുക. പൊട്ടി താഴെ വീണ ഞാൻ പീസിനെ പിന്നെ എടുക്കാൻ പറ്റില്ല. പൊട്ടി താഴെ അടുത്തടുത്തോക്ക്
കാല് മേലെ തന്നെ റെസ്റ്റ് ചെയ്തോ. കുറച്ച് പച്ച സാധനം മാറ്റാ ഋഷി. അത് മാറ്റിക്കളാം. സമാധാനമായിട്ട് മാറ്റ്. സമാധാനമായിട്ട് കഴിച്ചോ, നിങ്ങൾക്ക് പറ്റും. താടുവാൻ ഋഷി. ഒരു ബൈക്ക് എടുത്ത് നിനക്ക് ട്രിക്ക് കിട്ടി. ഒരു കുഴപ്പമില്ല. വെരി ഗുഡ് ഋഷി. സമാധാനമായിട്ട് തലയിലേക്ക് എടുത്ത് പതുക്കെ സ്ലോ ആൻഡ് സ്റ്റഡി. സാരല്ല. വെരി ഗുഡ് ഋഷി. വെരി ഗുഡ്. കുഴപ്പമില്ല ഋഷി. പറ്റോടാ. റിലാക്സ് ചെയ്ത് കഴിച്ചോ. കുഴപ്പമില്ല. പ്രശ്നമൊന്നുമില്ല. ഒരു പ്രശ്നമല്ല മോനെ. അടുത്തെടുക്കണ. കുഴപ്പമില്ല. വെരി ഗുഡ് ഋഷി. കമോൺ. സാരല്ല. കമോൺ. വെരി ഗുഡ്. തലയെ മിക്സ് ചെയ്തിട്ട് കുഴപ്പമില്ല. അല്ല താഴെ വീണ വെരി വെൽ കഴിക്കുന്ന ആരെയാണ് എനിക്ക് പേടിയില്ല. നമുക്ക് നമ്മുടെ പക്ഷേ അല്ല ക്യാപ്റ്റൻ വിന്നറിനെ പ്രഖ്യാപിക്കണം. എനിക്ക് നോക്കാൻ പറ്റില്ല.
അത് ബിഗ് ബോസ് പറയും ഇതാണ് എന്റെ വയറ് മറ്റേ ആ സാധനമല്ലേ അത് ഡാൻസിൽ കാര്യമില്ല ക്യാപ്റ്റൻ വിജയിയെ പ്രഖ്യാപിക്കുക. നെക്സ്റ്റ് ആണ് ജയിച്ചത് പൊടി മാത്രമേ താഴെ പോയിട്ടുള്ളൂ ഋഷി ഒരു ബാക്കിയുണ്ട് ഇനി ഋഷി വേണം ഗംഭീര പ്രകടനം കാഴ്ചവെച്ച സായിക്ക് അഭിനന്ദനങ്ങൾ. ഒരു പാക്കറ്റ് ബ്രെഡ് തരും. അടുത്ത റൗണ്ടിനുള്ള അറിയിപ്പ് പിന്നീട് നൽകുന്നതാണ്. ഇപ്പോൾ എല്ലാവർക്കും പിരിഞ്ഞു പോകാം. നീ ബ്രെഡ് കിട്ടൂല ഇവിടെ വന്നിട്ട് കിട്ടാതെ എല്ലാരും ഓടിച്ചിട്ട് അല്ലേ ഭയങ്കര ഈ ബാലൻസ് പിടിക്കണം. ഞാൻ അങ്ങനെ നീ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിന്റെ കാല് സാധനം റെസ്റ്റ് ചെയ്ത് അങ്ങനെ സിമ്പിൾ റെസ്റ്റ് ചെയ്തിട്ട് ഇവൻ ഫസ്റ്റ് ബൈറ്റ് കിട്ടാനുള്ള പാടേ ഉള്ളൂ. ഫസ്റ്റ് ബൈറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ റിലാക്സ് ആയിട്ട് ഇതിന് ജീരണിരുന്ന ഇതിന് ഭയങ്കര നല്ല കട്ടിളപ്പെട്ട നല്ല ബ്രെഡ് വിറ്റ് ആയിക്കൊണ്ട് നാട്ടിൽ ഓർമ്മ ഞാൻ തന്നെ ജീറോ ആണെങ്കിൽ ഒറ്റയ്ക്ക് ഉണ്ടാവും. അത്ര സന്തോഷത്തിനകത്ത് ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. അങ്ങനെയല്ല നന്നായി കളിച്ചു. വെരി ഹാപ്പി. ഇതാരും പറ്റിയ ജിൻഡോ കാക്കനെ ഇങ്ങനെ പെട്ടി തുറന്നിട്ട് പോലെ അത് ശക്തമായിട്ട് പറയണം. ക്യാപ്റ്റനോടെ ക്യാപ്റ്റൻ ഇതാരും പറ്റിയ അങ്ങനെ എപ്പോഴും വെച്ച് പോകും. ഇൻകേസ് നമ്മൾ സീറോ ആണെങ്കിൽ ഒറ്റയ്ക്ക് മുകളിലേക്ക് പൊന്ത് പറഞ്ഞത് വല്ലാത്ത മുതലായി പോയി. ആ ബോർഡിൽ പോലെ എന്താ പറയുക സീറോ ആക്കി എടുക്കുന്നത്. ആ ഫ്രണ്ടിലുള്ള ബോർഡിൽ നമ്മൾ സീറോയിൽ കിടക്കാം. സൈജ വെള്ളം കുടിക്കുന്നു കുടിക്കും. അവരെ രണ്ട് ചിക്കൻ പീസ് ഇട്ട് സൈജ സൈസ് വാട്ട് എടുക്കട്ടെ എന്നൊക്കെ എനിക്ക് സമയത്ത് നല്ല സന്തോഷമായി. ഞാൻ നോക്കിയപ്പോഴേ ഏത് കുളത്തൊന്നുമില്ല. കൊളുത്തും മെഴുകുന്നത് അല്ല അതറിയോ ബ്രെഡ് ഞാൻ കഴിച്ചിട്ട് ഇവിടെ വരുന്ന മിസ് ചെയ്ത സാധനം ഞാൻ ഡെയിലി ബ്രെഡ് തിന്നണം. രാവിലെ ബ്രൗൺ ബ്രെഡ് ഞാൻ സന്തോഷിച്ചിട്ട് ബ്രെഡ് ഈ മനുഷ്യൻ എന്താ ഇങ്ങനെ ടെക്നിക്കും ഉണ്ട്. ഇപ്പഴേ ഉറങ്ങി തുടങ്ങി കഷ്ടപ്പെടും. എടാ മറ്റേ തേൻമുട്ടായും മുറുക്കും ജാമുനൊന്നും മറക്കരുത്. നാളെ നാളെ അതൊക്കെ ഉറപ്പ്. പൊളിക്കണം. ഇരിക്കേ വാ ഇരിക്കേ വരൂ അന്ന് പറഞ്ഞാൽ മറ്റേ ഈ കാണുമ്പോ സിമ്പിളാണ്. കാല് ഇങ്ങനെ ഫിംഗറിൽ ലക്കുണ്ട്. ആ സാധനം തിരിയണതും സമയം എടുക്കണതും പിന്നെ അതിനെ കുറിച്ച് എനിക്ക് അതിന്റെ അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ അതിനകത്ത് വേറെ അത്ലറ്റിക് ഒന്നും വേണ്ട. പിന്നെ ഫേസ് വെച്ചിട്ട് അത് തിരിച്ചെടുക്കുന്നത് ഒരു കഴിവാണ് കേട്ടോ. സായിക്ക് അത് കറക്റ്റ് ആയിട്ടാ. സായിക്ക് ബ്രെഡ് ആഗ്രഹിച്ചിരിക്കുന്നു. സായിക്ക് കിട്ടിയ അവസരം മുതൽ സായിക്ക് ബ്രെഡ് ഇഷ്ടമാണ്. സായി ഞാൻ കണ്ടില്ല പക്ഷെ കൊള്ളാം. നന്നായിട്ട് ചെയ്തല്ലോ. പൊളിയായിരുന്നു. പൊളി കണ്ടിരുന്ന ഞങ്ങൾക്ക് അതിൽ വെള്ളം വന്നു. പിന്നെ നേരത്തെ പോയി കഴിഞ്ഞാൽ പറഞ്ഞിട്ടില്ല അത് ശ്രദ്ധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അച്ഛൻ തിന്നണായിരുന്നു. എനിക്ക് അതൊന്നും ഫസ്റ്റ് മനസ്സിലായില്ല. പിന്നെ രണ്ടാമത് തൊട്ട് എനിക്ക് മനസ്സിലായി. നിന്റെ എല്ലാത്തിനും ചെറിയൊരു പീസ് ഒന്നും പോയില്ല. ബാക്കിയുള്ളതിനൊക്കെ കുഞ്ഞു കുഞ്ഞു പീസ് പോയായിരുന്നു. ഫുള്ളും തീർത്തല്ലേ എല്ലാത്തിന്റെയും. എല്ലാം കഴിച്ചു. നല്ല വായാണല്ലോ. ഒന്നിന്ന് മാത്രമാണ് ഒരു പീസ് താഴെ പോയത്. അത് ഇവിടെ വന്നിട്ട് ഇവിടെ തങ്ങി നിന്നത് ഇങ്ങോട്ടേ ആക്കി വെച്ചാൽ താഴോട്ട് പോയി. അപ്പൊ ഇത് റൗണ്ട് കടിച്ചെടുത്തിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ എടുക്കണം. 4 എഡ്ജ് ഫസ്റ്റ് തിന്നു കഴിഞ്ഞാൽ അതായത് ഇവിടുത്തെ ഗെയിം ബാക്കി എളുപ്പം. ഇവിടുത്തെ ഗെയിം എന്ന് പറഞ്ഞാൽ വളഞ്ഞിട്ട് മൂക്ക് പിടിക്കുന്നതാണ് ഗെയിം. ഇതൊക്കെ മറ്റേ നമ്മള് ഈ ഫൺ ഗെയിംസ് ആണ്. അതിനകത്ത് ആരെയൊന്നും പറയാൻ പറ്റില്ല. ഈക്വൽ ഇത് കൊടുത്തിട്ടാ നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു.
അവരതുപോലെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതിനകത്ത് ഓരോ ഗുലാബ് ജാമുൻ ഇങ്ങനെ തൂക്കിയിടുന്നു, ഇങ്ങനെ ആക്കുന്നു, കഴിക്കുന്നു. പിന്നെ തീർന്നല്ലേ, അപ്പൊ തന്നെ തീരും ചെയ്യും. എന്റെ ഒരു അവസ്ഥ നോക്ക്, ബ്രെഡ് തിന്നണമെന്ന് ആഗ്രഹത്തോടെ എന്നിട്ട് എന്റെ മുന്നിൽ നിന്ന് ആളുകൾ ബ്രെഡ് കഴിക്കുന്ന നോക്കി വെള്ളം അറിയിക്കണം. അവിടെ ബ്രെഡ് അതിനടുത്ത് വെച്ചില്ല. അർജുൻ കഴിച്ചു, എന്റെ ഒന്നര മറ്റേ ബ്രെഡ് എടുത്ത് കഴിച്ചു. ആ ഞാനത് തൊട്ടു, സായി എന്റെ അടുത്ത് പറഞ്ഞു തൊട്ട് വെക്ക്, നീ തൊടാൻ വേണ്ടി പോയപ്പോഴേക്കും എന്റെ അടുത്ത് ഇത് തൊടരുത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ തൊട്ട് വെക്കാനാന്ന് പറഞ്ഞു. അപ്പൊ കുഴപ്പമില്ല. ഞാൻ അടുത്ത സെക്കൻഡ് നോക്കിയപ്പോ എല്ലാവരും വായിക്കാത്ത ബ്രെഡ്. പോട്ടെ, കൊണ്ടുപോട്ടെ, കൊതിക്കും ഞാൻ. അപ്പൊ എനിക്ക് ബ്രെഡ് കാണുമ്പോ തന്നെ പനി വരും. എനിക്ക് ബ്രെഡ് കാണുമ്പോ നല്ല ബ്രെഡ് മുട്ടയിൽ മുക്കി വെച്ചിട്ട് ആ മുരുമുരുമുരുമുരാന്ന് പറഞ്ഞിട്ട് ആ എണ്ണ അതിൽ നിൽക്കില്ലേ, എനിക്ക് ലൈറ്റ് മധുരം. കട്ടൻ ചായയിൽ ബ്രെഡ് മുക്കി കഴിക്കും, ലൈറ്റ് മധുരത്തിൽ ഇങ്ങനെ കഴിച്ച് അയ്യോ അയ്യോ. തോറ്റാലും ജയിച്ചാലും ജയിച്ചാൽ അപ്രീഷിയേറ്റ്, തോറ്റാൽ നെക്സ്റ്റ് പിടിക്കണം, അങ്ങനെ പറയുള്ളൂ. ഇപ്പൊ 3-0 കിട്ടിയപ്പോ ഞാൻ പറഞ്ഞത് അവള് കയറി പിടിക്കും, ഇനിയും പിടിക്കും, അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെയുള്ളൂ. തോറ്റാലും നമ്മൾ ഇനിയും കയറി പിടിക്കും. തോറ്റാലും നമുക്ക് എനർജി ഉള്ളൂ. രണ്ടുപേരാണെങ്കിൽ ഞാനും തിന്നും. ആ ബോഡി നമ്മൾ 0-ലാണ് കളിക്കുന്നത്. ഇപ്പൊ രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേരെ വിളിക്കാമെന്നുണ്ടെങ്കിൽ 0 നോക്കണ്ട, കയറി പിടിക്കുക. ഏതിൽ നമ്മൾ ടോപ്പ് ടോപ്പിക് എന്നിട്ട് 0-ലേക്ക് പോയിട്ടുണ്ട്. ആ 0 നിന്ന് ആൾക്കാരിലേക്ക് പോയിട്ടുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ല. അങ്ങനെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിന് ഒന്ന് ജയിച്ചാൽ മതി. എന്തായാലും ഒരു ഗ്രൂപ്പ് ആയിരിക്കും. സ്ട്രെങ്ത് ഒക്കെ വരികയാണെങ്കിൽ ബാലൻസ്, ഫ്ലെക്സിബിലിറ്റി. ബാലൻസ് ആർക്കാ കൂടുതൽ? നിനക്കോ ബാലൻസ് ഉണ്ടോ? ഓ, ഇത് ഗ്രിപ്പ്. കോണ്ടാക്ട് ഇല്ല, ഞാൻ ബ്ലോക്ക് ചെയ്യും. ഞാൻ ബ്ലോക്ക് ചെയ്യും. ആ വാട്ടിനെ ഗൗണൊക്കെ ഇടാൻ നല്ല രസമായിരിക്കും. കൊള്ളാം, ഇടടാ, ഇതൊക്കെ ഇട്. എന്ത് വെച്ചേക്കുന്നത്? അതൊക്കെ ഇട്ടിങ്ങനെ ഇവിടെ നടക്കാൻ കംഫർട്ട് ഉണ്ടാവില്ലല്ലോ. കുറച്ചു നേരമൊക്കെ ഇട്ട് നടക്കാനൊക്കെ. ഞങ്ങളുടെ ഏലിയൻ ലോകത്ത് ഇങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഏലിയൻ ലോകത്ത് ഇങ്ങനെയൊന്നുമില്ലല്ലോ ഋഷി. ഇങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് വേറെ ഞങ്ങളുടെ വേറെ സെലസ്റ്റിയൽ മറ്റു സാധനങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട്. അതുപോലെ ഞങ്ങൾ ഇങ്ങനെ കൈ നീട്ടിയാൽ ഞങ്ങൾക്ക് സാധനങ്ങൾ കയ്യിലേക്ക് വരും. ഇങ്ങനെ ആ പവറൊക്കെ ഞങ്ങൾ ഷട്ട് ഡൗൺ ചെയ്തിട്ട് വെറുതെ പറഞ്ഞതാണ്. സീക്രട്ട് പറയണ്ട. ഈശ്വര, ഞങ്ങളുടെ വാഹനത്തിന്റെ ഡ്രൈവർ ഇപ്പൊ എവിടെയാണാവോ ആ ഏലിയൻ? ഏരിയ 51-ൽ ശസ്ത്രക്രിയക്ക് വിധേയനായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവൻ അതുകൊണ്ട് മുങ്ങിയെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, എന്റെ അടുത്ത് ഞാൻ വന്നാണ്ടല്ലോ. നിനക്ക് ഈ ഭൂമിയിൽ പോണോ? പോണം. നിനക്ക് രക്ഷപ്പെടണോ? നീ എന്നെ ഇങ്ങനെ ഇലക്കടിക്ക് വെച്ച് കൊട്ടുന്നുണ്ട്. ഞങ്ങൾ മണാലിക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. വരുന്നുണ്ടോ? ഞങ്ങള് പ്ലൂട്ടോയ്ക്ക് പോയില്ലെങ്കിൽ ഞാൻ വരും. എന്താ പിന്നെന്താ? മലയുണ്ട്, മല കഴിച്ചത് കഴിച്ചിട്ടുണ്ട്. വെള്ളിയല്ലേ? ഞാൻ വെള്ളിയല്ലേ? വെള്ളിയല്ലേ? ഒന്നും വെള്ളിയല്ല. ഇത് വെള്ളിയാ, ഇത് വെള്ളിയാ, ഇത് സാധാരണ സാധനം. പക്ഷെ ഇത് വെള്ളിയല്ല. പക്ഷെ എന്തോ മെറ്റീരിയൽ എന്ന് അറിയത്തില്ല. ഇതുവരെ എത്ര 3-4 That was, I was thinking. See, I can say only people can listen or not listen. That is not, I cannot do that. I can tell what is correct, what is wrong. So, if you people are taking it, you people win it. If you people are not taking it, you people will not win it. That's what I'll do. Next week, I was thinking for everyone. അറിയില്ല. എന്താവണം ടാസ്ക്? എന്തായാലും കുഴപ്പമില്ല. Just don't do it. ഓടി ഇടി വിളിച്ചാൽ And the moment. അങ്ങനെ എന്നെ ഇടിക്കോ? നിങ്ങൾക്ക് എന്നെ ഇടിക്കാൻ പറ്റുമോ? ഇടിക്കില്ല. ഇടിക്കാൻ പറ്റുന്നു. നിങ്ങൾ എന്നെ കുത്തുവോ? നിങ്ങൾ എങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ജാനു നമുക്കൊരു നെഗറ്റീവ് എനർജി സ്പ്രെഡ് ആവുകയാണ്. No, I'm just relaxing my. I'm putting only everywhere positive energy. അപ്പൊ യു പുട്ട്, യു ഡോണ്ട് ബി സാഡ്. I'm not sad. I'm not പൂജനെ നോക്ക് മുഖം.
നാഗിൻ നാഗിൻ. ഹലോ, വാട്ട് ഈസ് ദിസ് ബേബി? അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഈ പവർ റൂമിൽ ഇരുന്നിട്ട് സേവ് ആന്ന നമ്മൾ നോമിനേഷൻ ഫ്രീ ആയിട്ട് ജാൻതാ കൊറേ കട കൊടുക്കുമല്ലേ? കട ആ അത് വേറെ ലോണ് അല്ല. ആ വളക്ക് ഇതാണ് മൊത്തം ഉള്ളത് അല്ലേ? അത്രേ കൊണ്ടുവന്നു. എത്ര മതി? എല്ലാം ഒന്നും ഇടുന്നില്ലല്ലോ. ഇതന്നെ ഞാൻ അതിൽ തന്നെ ഇടുന്നില്ല. അതിൽ നിന്ന് തന്നെ ഇടുന്നില്ല നീ. മടി